ഗലാത്യ ലേഖനം എല്ലാ വിശ്വാസികളും എന്തുകൊണ്ട് പഠിച്ചിരിക്കണം, ഇത്ര അത്യാവശ്യം എന്തുകൊണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു. 6 അധ്യായങ്ങളുടെ ഔട്ട്ലൈന് ജസ്റ്റ് ഹെഡിങ് മാത്രം ഇവിടെ പറഞ്ഞു. 1, കൃപയുടെ സന്ദേശം ഒരു ദൈവിക സന്ദേശമാണ്. 2, കൃപയുടെ സന്ദേശമാണ് സഭായുഗത്തിലുള്ള ദൈവിക സന്ദേശം. 3, ന്യായപ്രമാണവും കൃപയുടെ സന്ദേശവും തമ്മിലുള്ള ഒരു തുലനം. 4-ാം അധ്യായം നമ്മൾ ക്രിസ്തുവിൽ കൂടെ അവകാശികളാണ്. 5-ാം അധ്യായം ആത്മാവിനാൽ ജീവിക്കുവീൻ. 6, പരസ്പരം ബേർഡൻസ്, ഭാരങ്ങൾ നമ്മൾ ചുമക്കണം. ഇതിലെ ആദ്യത്തെ 3 അധ്യായങ്ങൾ ഉപദേശവും അടുത്ത 3 അധ്യായം പ്രായോഗിക ജീവിതത്തെക്കുറിച്ചാണ്. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ കറക്റ്റ് ഉപദേശം പ്രായോഗിക ജീവിതത്തിലേക്ക് നയിക്കണം. കറക്റ്റ് പ്രായോഗിക ജീവിതം ഉപദേശത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എന്നാൽ പലപ്പോഴും ഇത് തമ്മിലുള്ള ലിങ്ക് നമ്മൾ മനസ്സിലാക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ഉപദേശത്തിൻ്റെ കൂടെ ജീവിതം പലപ്പോഴും കാണാറില്ല. രണ്ടും തമ്മിലുള്ള ലിങ്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഇതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ വേർപാട് പ്രസ്ഥാനം 125 വർഷങ്ങൾ മുൻപ് ദൈവാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിൽ കൂടെ കേരളത്തിൽ തുടങ്ങിയെങ്കിലും അധികം താമസിക്കാതെ ബ്രിട്ടീഷ് മിഷണറീസ് കേരളത്തിൽ വന്ന് വേർപാട് പ്രസ്ഥാനത്തെ അവരുടെ ഭുജബലവും, ബ്രിട്ടീഷേഴ്സ് അന്ന് ഭരിച്ചിരുന്നത്, അതുകൊണ്ട് അവരുടെ ഭുജബലവും അവരുടെ കാശിൻ്റെ ശക്തിയും കൊണ്ട് വേർപാട് പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ട് അങ്ങ് ഗ്രസിച്ചു. ബ്രിട്ടീഷുകാർ ചെന്നായ്ക്കളായിരുന്നു. ആ മനോഭാവത്തോടെ ഇന്ത്യയിൽ വന്ന സുവിശേഷകന്മാർ വേർപാടുകാരെ അതേ ഒരു മനോഭാവമാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്ന് ഒരു നല്ല ശതമാനം വേർപാടുകാര് താഴ്മ, ദാസ മനോഭാവത്തോടെ ജീവിക്കുന്നതിന് പകരം സഹോദരനെ എങ്ങനെ കടിച്ചു കീറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ജീവിക്കുന്നത്, അല്ലെ മനോഭാവത്തോടെയാണ് ജീവിക്കുന്നത്. അത് നമ്മുടെ സഭകളിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. സഭകൾ ഇങ്ങനെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉപദേശമൊന്നും ഇല്ലെങ്കിലും കമ്പാഷൻ അല്ലെങ്കിൽ സഹോദരനോട് അനുകമ്പ കാണിക്കാൻ തയ്യാറായിരിക്കുന്ന പെന്തിക്കോസ്തുകാര്, ന്യൂ ജനറേഷൻ ചർച്ചസ് വളരെ ഫാസ്റ്റായിട്ട് വളരുന്നു. ദൈവാത്മാവ് ഗലാത്യ ലേഖനത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ശരിയായ ഉപദേശം എന്ത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ് അടുത്ത 3 അധ്യായങ്ങളിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ശരിയായ ഉപദേശം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മെ നടത്തണം. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എല്ലാം തന്നെ ഇത് ഓർത്തിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഉപദേശം മാത്രം പോരാ, ജീവിതം മാത്രം പോരാ, ഉപദേശവും ജീവിതവും സമാന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകണം. ഇന്ന് നമുക്ക് 1-ാം അധ്യായം ഒന്ന് ടച്ച് ചെയ്യാം. 1-ാം അധ്യായം ഓർപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ സന്ദേശം, അല്ലെങ്കിൽ പെന്തിക്കോസ്ത് നാളിൽ ദൈവാത്മാവ് പത്രോസിനെ പ്രേരിപ്പിച്ച് പത്രോസിൽ കൂടെ നൽകിയ സന്ദേശം, അത് കഴിഞ്ഞ് പൗലോസിൽ കൂടെ നൽകിയ സന്ദേശം, യെരുശലേം സുൻഹദോസില് നൽകിയ സന്ദേശം, അത് മനുഷ്യന്റെ സന്ദേശമല്ല, അത് ദൈവത്തിൽ നിന്ന് വന്ന ഒരു സന്ദേശമാണ്. ഇത് എടുത്തു പറയേണ്ട ആവശ്യം, ഗലാത്യയിൽ ദൈവവചനം എത്തിക്കഴിഞ്ഞ് ദൈവവചനം പഠിപ്പിക്കാൻ അധികം ആളുകളില്ലായിരുന്നു, സഭകൾ പലതുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ആധുനിക കമ്മ്യൂണിക്കേഷൻ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. ബുക്സ് പ്രിന്റ് ചെയ്യുന്ന പ്രസ് ഇല്ലായിരുന്നു. ദൈവാത്മാവിൻ്റെ പ്രേരണയോടെ എഴുതപ്പെട്ട
വിശുദ്ധ തിരുവെഴുത്തുകളൊക്കെ കൈകൊണ്ട് കോപ്പി ചെയ്ത് വേണമായിരുന്നു ഒരു സഭയിൽ നിന്ന് മറ്റു സഭയിൽ കൊണ്ടുപോകുന്നത്. കൈകൊണ്ട് കോപ്പി ചെയ്യാൻ ഇന്നുള്ളതുപോലുള്ള ബോൾ പെന്നോ ഫൗണ്ടൻ പെന്നൊന്നുമില്ലായിരുന്നു. തൂവൽ മഷിയിൽ മുക്കി വേണം എഴുതേണ്ടത്. ഇന്നത്തെ പോലുള്ള സ്മൂത്ത് പേപ്പർ അല്ലായിരുന്നു. അങ്ങനെയുള്ള പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഗലാത്യയിൽ സഭകളുടെ വലിയ ഒരു സമൂഹം ഉണ്ടായിരുന്നെങ്കിലും വിശുദ്ധ തിരുവെഴുത്ത് ഈ സഭകളിലൊക്കെ ലിഖിത രൂപത്തിൽ എത്തുവാൻ കുറച്ച് താമസിച്ചു. ആ താമസം ഉപയോഗിച്ച് സാത്താന്റെ ഏജൻസ് അവിടെ വിഷവിത്ത് പാകി. അവർ അവകാശപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ കേട്ടു, നല്ല കാര്യം, എന്നാൽ അതോടെ സുവിശേഷം കംപ്ലീറ്റ് ആകുന്നില്ല, ഞങ്ങൾ പറയുന്നതൂടെ നിങ്ങൾ അനുസരിക്കണം, പരിച്ഛേദനയോടെ ഏൽക്കണം, എങ്കിലേ സുവിശേഷം പൂർണ്ണമാകത്തുള്ളൂ. ഇന്ന് ഒരു സഭ അല്ലെ ചില സഭകൾ അവരുടെ പേരിന്റെ കൂടെ ഫുൾ ഗോസ്പൽ എന്ന് ചേർക്കുന്നു. സുവിശേഷം പ്രഖ്യാപിക്കുന്ന മറ്റുള്ളവർ ഫുൾ ഗോസ്പൽ അല്ല, ഒരു പാർഷ്യൽ അംശമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് അവരുദ്ദേശിക്കുന്നത്. എന്നാൽ ഫുൾ ഗോസ്പൽ ഗലാത്യയിൽ അവിടെ ദൈവാത്മാവ് നൽകി. അതിൻ്റെ കൂടെ ഇനി മനുഷ്യന്റെ സന്ദേശം കൂട്ടിച്ചേർക്കരുത്. കാരണം ഗലാത്യയിൽ വന്നത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണ്. ഈ അധ്യായം 6 സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ 6 സെക്ഷൻസ് ആണ്, അല്ലെങ്കിൽ 6 വിഷയങ്ങളാണ്. 1-ാമത്തെ സെക്ഷൻ 1-2 വാക്യങ്ങൾ. 2-ാമത്തെ സെക്ഷൻ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ നോട്ട്സ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടാൽ ഞാൻ അടുത്തത് പറയുന്നതോട് അവിടെ എഴുതാൻ സാധിക്കും. 3-ാമത്തെ സെക്ഷൻ 6 തൊട്ട് 9 വരെയുള്ള വാക്യം. 4-ാമത്തെ സെക്ഷൻ കൃപയുടെ സന്ദേശം, ദൈവത്തിൽ ഉദ്ഭവിക്കുന്ന ഒരു സന്ദേശമാണ്. അല്ലെങ്കിൽ കൃപയുടെ സന്ദേശം, സന്ദേശത്തിന്റെ ഉറവിടം ദൈവമാണ്. 5-ാമത്തെ സെക്ഷൻ കൃപയുടെ ഈ സന്ദേശം വിശ്വാസികളെ അറിയിക്കുവാൻ വേണ്ടി ദൈവം ധാരാളം വാഹകന്മാരെ അപ്പോയിന്റ് ചെയ്തു. പൗലോസ് അതിലൊന്നായിരുന്നു. 6-ാമത്തെ സെക്ഷൻ ദൈവം തനിക്ക് വേണ്ടി വിളിക്കുമ്പോൾ ദൈവിക സന്ദേശം കേട്ട് അതിനെ അനുഗമിക്കാൻ തയ്യാറായിരിക്കുന്ന ആളുകളെ ദൈവം ഉപയോഗിക്കുന്നു. സെക്ഷൻ 1 വാക്യം 1-2. വാക്യം 1-2 പൗലോസ് ദൈവം തന്നെ വിളിച്ച കാര്യവും ആ വിളിയെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 2 വാക്യം 3 തൊട്ട് 5 നമ്മുടെ വിശ്വാസം, ഈ കൃപയുടെ സന്ദേശവും സന്ദേശത്തിലുള്ള നമ്മുടെ വിശ്വാസം, അത് യുണീക്ക് ആണ്. യുണീക്ക് എന്നുള്ളതിൻ്റെ മലയാളം പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. അങ്ങനെ മറ്റൊരു സന്ദേശം ഇല്ല. യുണീക്ക് സന്ദേശമാണ്. 3-ാമത്തെ സെക്ഷൻ 6 തൊട്ട് 9 വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവം നൽകിയിരിക്കുന്ന ആത്മീക നിക്ഷേപത്തെ നാനാവിധമാക്കി കളയുന്നവരെ പോലെ മൂഢന്മാർ ആരുമില്ല. ദൈവത്തിൽ നിന്ന് ലഭിച്ച ആത്മീക നിക്ഷേപത്തെ നാനാവിധമാക്കുന്നത് പോലെ
ഫൂളിഷായിട്ട് ആരുമില്ല. വാക്യം 6 തൊട്ട് 9. 4-ാമത്തെ സെക്ഷൻ വാക്യം 10 തൊട്ട് 12. അത് ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു പോയായിരുന്നു. ആദ്യത്തെ 3 പറയാൻ വിട്ടുപോയത്. 4-ാമത്തെ സെക്ഷൻ 10 തൊട്ട് 12 കൃപയുടെ സന്ദേശം ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണ്, അല്ലെ ദൈവമാണ് അതിൻ്റെ ഉറവിടം. 5-ാമത്തെ സെക്ഷൻ അതുല്യമായത്, യുണീക്ക്. യെസ്, താങ്ക് യു. നമ്മുടെ സെക്ഷൻ 2 നമ്മുടെ വിശ്വാസം യുണീക്കാന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ വിശ്വാസം ഒരു അതുല്യമായ വിശ്വാസം. അതാ 2-ാമത്തെ സെക്ഷൻ. 3 ദൈവത്തിൽ നിന്നുള്ള നിക്ഷേപം നമ്മൾ നാനാവിധമാക്കരുത്. 4 സുവിശേഷം ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവം അതിൻ്റെ ഉറവിടം. 5 ദൈവം ഈ സന്ദേശം അറിയിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്തതിൽ പലരെ അപ്പോയിന്റ് ചെയ്തു. പൗലോസ് അതിലൊന്നായിരുന്നു. 6 ദൈവം വിളിക്കുമ്പോൾ ആ വിളിയെ കേൾക്കുന്നവരെ ദൈവം ഉപയോഗിക്കുന്നു. നമുക്ക് 1-ാം അധ്യായം വാക്യപ്രതിവാക്യം നമുക്കിനി ഒന്ന് പഠിക്കാം. അഞ്ചാമത്തെ പോയിന്റിന്റെ ഡീറ്റെയിൽ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. ദൈവം, 5-ാമത്തെ പോയിന്റ് വാക്യം 13 തൊട്ട് 20 വരെയാണ്. ദൈവം ഈ ദിവ്യ സന്ദേശത്തെ അറിയിക്കുവാൻ വേണ്ടി അയച്ച വാഹകന്മാരിൽ ഒരാളാണ് പൗലോസ്. പൗലോസ് മാത്രമല്ല, അത് വേറെ അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് അതിലൊന്നായിരുന്നെന്ന് സെക്ഷൻ 5 ഓർപ്പിക്കുന്നു. സെക്ഷൻ 6 21 തൊട്ട് 24 വാക്യങ്ങൾ ദൈവം വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുവാൻ തയ്യാറാകുന്ന എല്ലാവരെയും ദൈവം ഉപയോഗിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലുമത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ഈ ജുഡൈസേഴ്സ് എന്നും പറഞ്ഞ ഈ കൃപയുടെ സന്ദേശത്തിന്റെ കൂടെ ന്യായപ്രമാണത്തെ കൂട്ടിക്കലർത്തി കൃപയുടെ സന്ദേശം പ്രാപിച്ചവർ പരിച്ഛേദനയുടെ ഏറ്റെങ്കിലേ അവരുടെ രക്ഷ പൂർത്തിയാകത്തുള്ളെന്ന് പറയുന്ന ആളുകൾ ഗലാത്യ സഭകളിൽ വളരെ കൺഫ്യൂഷൻ സ്പ്രെഡ് ചെയ്തു. കാരണം വേദോസ്തം ലിഖിത രൂപത്തില് വേണ്ട രീതിയിൽ അങ്ങോട്ട് സ്പ്രെഡ് ആയില്ലായിരുന്നു. പഠിപ്പിക്കാൻ ആളുകൾ അധികം ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, അതിൻ്റെ വെളിച്ചത്തിൽ നമ്മിൽ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെട്ട ആളുകളെ ദൈവവചനം പഠിപ്പിക്കുന്നത് നമ്മുടെ ചുമതലയാണ്. ഈ നയിച്ച ആളുകൾക്കുമുണ്ട് ഒരു ചുമതല. നിങ്ങളൊരു നല്ല ബൈബിൾ ടീച്ചർ ആയിരിക്കത്തില്ല ചിലപ്പോൾ, എന്നാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആരെയാണ് ക്രിസ്തുവിലേക്ക് നയിച്ചത് അവരുടെ കയ്യിൽ ദൈവവചനം വരമൊഴിയായിട്ട് വെക്കുവാൻ സാധിക്കും. അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ജൂഡൈസേഴ്സ് ചെയ്തതുപോലെ നമ്മുടെ സഭകളിലൊക്കെ നടക്കും. വടക്കേ ഇന്ത്യയിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നെന്ന് ഓർപ്പിച്ചിട്ട്, ഇവിടെ ഈ ജൂഡൈസേഴ്സ് വന്ന് ചെയ്ത ദോഷം തിരുത്താനാണ് ദൈവാത്മാവ് ഈ ഗലാത്യ ലേഖനം പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ചത്. എന്നാൽ ഇൻട്രൊഡക്ഷനിൽ പൗലോസ് ആരായിരുന്നു എന്ന് ഒന്ന് ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ജുഡൈസേഴ്സ്, അതുപോലെ തന്നെ എല്ലാ ദുരുദ്ദേശം പഠിപ്പിക്കുന്ന ആളുകൾ ദൈവിക സന്ദേശത്തിന്റെ സന്ദേശവാഹന്മാരെ പുച്ഛിക്കുന്ന ഒരു പ്രവണതയുണ്ട്.
പല രീതിയിലാണ് പുച്ഛിക്കുന്നത്. അവൻ വലിയ പ്രാസംഗികനൊന്നുമല്ല, സംസാരശേഷിയില്ല, സംസാരം പരിഷ്കൃതമല്ല, സോഫിസ്റ്റിക്, ഇങ്ങനെ ഒരു 100 മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് സന്ദേശവാഹകനെ ഡൗൺ ചെയ്യുന്ന ഒരു പ്രവണത ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുകളുടെ മധ്യേ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം കൊണ്ട് ഗലാത്യ ലേഖനെ എഴുതിയ വ്യക്തി ആർ എന്ന് അവരെ ഒന്ന് ഓർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഗലാത്യ ലേഖനം മുൻപോട്ട് പഠിക്കുമ്പോൾ പൗലോസ് ആരായിരുന്നെന്നുള്ളത് ദൈവം ഏതെല്ലാം രീതിയിൽ ഗലാത്യർക്ക് വ്യക്തമാക്കി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അത് വ്യക്തമാകും. അപ്പൊ ആദ്യമേ ആരാണ് ഇത് എഴുതിയത് എന്ന് ഓർപ്പിക്കേണ്ടത് കൊണ്ടാണ് ഇത് മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല എന്ന് ഓർപ്പിക്കുന്നത്. അതിൻ്റെ തെളിവുകൾ കുറച്ച് കഴിയുമ്പോഴാണ് ലഭിക്കുന്നത്. പൗലോസ് ദൈവത്താൽ അപ്പോയിന്റ് ചെയ്ത ഒരു അപ്പോസ്തലനായതുകൊണ്ട് പൗലോസിന്റെ സന്ദേശം ദൈവിക സന്ദേശമായിരുന്നു. അതും മുൻപോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. ഇവിടെ ഒരു കാര്യം കൂടെ ഈ വാക്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യർക്ക് എഴുതുന്നത്. സോ ഈ എഴുതുന്നത് പൗലോസ് തന്നെയല്ല. ഈ സന്ദേശം ദൈവിക സന്ദേശമാണെന്ന് വ്യക്തമായി മനസ്സിലായ പല സഹോദരന്മാരും ഇതിൻ്റെ കൂടെ ചേർന്ന് എഴുതുന്നെന്നുള്ളത് വ്യക്തമാണ്. പഴയ നിയമത്തിൽ ദൈവം മനുഷ്യനോട് ഡയറക്റ്റ്ലി സംസാരിച്ച്, അത് കഴിഞ്ഞ് പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ച് തൻ്റെ വചനം ലിഖിത രൂപത്തിൽ കൊടുത്തപ്പോൾ അത് ദൈവവചനമാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. പുതിയ നിയമത്തിൻ്റെ കാനോൺ AD 70 പൂർത്തിയായതോടെ പ്രവാചകന്മാരുമില്ല, ദൈവം മനുഷ്യരോട് ഡയറക്റ്റ്ലി സംസാരിക്കുന്നില്ല. അതിൻ്റെ കാരണം കൊണ്ട് പഴയ നിയമത്തിൽ ഇല്ലായിരുന്ന ഒരു സിസ്റ്റം ദൈവം പുതിയ നിയമത്തിൽ ക്രിയേറ്റ് ചെയ്തു. പുതിയ നിയമത്തിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീക കാര്യങ്ങളിൽ വൺ മാൻ മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ആത്മീക കാര്യങ്ങൾ എപ്പോഴും ആ ലീഡർഷിപ്പ്, അതിലൊരു പ്ലൂറാലിറ്റി ഉണ്ടാകും. സഭയിലെ മൂപ്പന്മാരാണ്. അതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം ഒരാളെയല്ല പലരെയാണ് വിളിക്കുന്നത്. ഇവിടെ ഈ ഗലാത്യരോട് ദൈവാത്മാവിന്റെ പ്രേരണയോടെ പൗലോസ് സംസാരിക്കുമ്പോൾ പൗലോസിന്റെ കൂടെ മറ്റ് പല സഹോദരന്മാർ ഉണ്ട് എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ ദൈവം വെച്ചിരിക്കുന്ന മാതൃക അതാണ്. ഒരു ഉപദേശം പഠിപ്പിക്കുമ്പോൾ ആ ഉപദേശം വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ആളുകൾ അതിനെ അനുമോദിക്കണം. ഗലാത്യരോട് ഈ പൗലോസിന്റെ കൂടെയുള്ള ആളുകൾ ഗലാത്യരോട് പൗലോസിന്റെ സന്ദേശത്തെ അനുമോദിച്ചു. അതുകൊണ്ടാണ് കൂടുള്ള സഹോദരന്മാരെന്ന് പൗലോസ് പറയുന്നത്. ഇവിടെ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. നാം ദൈവവചനം പഠിക്കുമ്പോൾ ഉപദേശം പഠിക്കുമ്പോൾ ഉപദേശത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലൂടെ പഠിച്ചു പോകണം. ഇന്ന് നമ്മുടെ ഇടയ്ക്ക് ധാരാളം ദുരുപദേശങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഏതെങ്കിലും ഒരു സഹോദരൻ ഇന്നത് ദുരുപദേശമാണ്, ശരിയായ ഉപദേശം ഇന്നത് എന്ന് പറയുമ്പോൾ വിഷയം അറിയാവുന്ന സഹോദരന്മാര് ദുരുപദേശത്തെ ദുരുപദേശം എന്ന് പറയുകയും ശരിയായ ഉപദേശം പഠിപ്പിക്കുകയും ചെയ്ത സഹോദരനെ സപ്പോർട്ട് ചെയ്യണം.
അത് പുതിയ നിയമ മാതൃകയാണ്. പുതിയ നിയമത്തിൽ ദൈവം നമ്മിൽ ഓരോരുത്തരോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ, ദുരുപദേഷ്ടാക്കന്മാർ സഭയിൽ വളരെയധികം സ്വാധീനമുള്ള സമയത്ത് ഇന്നത് ദുരുപദേശമാണെന്ന് പറയുകയും ഉപദേശം ഇന്നതെന്ന് പറയുകയും ചെയ്യുമ്പോൾ ദുരുപദേഷ്ടാക്കന്മാര് കഴുകന്മാരെ പോലെ ഒന്നിച്ചുകൂടിയാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്. ഇന്ന് കേരളത്തില് മാത്രമല്ല, ഇന്ത്യയില് കഴുകൻ ഓൾമോസ്റ്റ് ഇല്ലാതെയായിരിക്കുകയാണ്. അതുകൊണ്ട് കഴുകൻ അറ്റാക്ക് ചെയ്യുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനെയല്ല, കഴുകൻ എപ്പോഴും ചത്തളിഞ്ഞതിനെന്ന എല്ലാം കൂടെ ഒന്നിച്ചാണ് അതേലോട്ട് ചെല്ലുന്നത്. മധ്യപ്രദേശിൽ ഞാൻ വളർന്നിടത്ത് ഒരു 8 കിലോ 10 കിലോ 15 വരെ കിലോ വെയിറ്റ് ഉള്ള കഴുകൻ ആയിരക്കണക്കിനുള്ള സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചത്. എവിടെങ്കിലും ഒരു ഡെഡ് ബോഡി കിടന്ന് പശുവും എരുമയൊക്കെ അല്ലെ മറ്റേതെങ്കിലും മൃഗം കിടന്ന് ചത്തളിഞ്ഞു കഴിയുമ്പം നമുക്ക് കാണാം, ഒരു കാർമേഘം വരുന്നത് പോലാണ് കഴുകന്മാരെല്ലാം കൂടെ വന്ന് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ആ എരുമയോ പോത്തിന്റെ എല്ല് മാത്രമേ ബാക്കി വരത്തുള്ളൂ, അല്ലാതെ ഒന്നും ബാക്കി വരത്തില്ല. ദുരുപദേഷ്ടാക്കന്മാർ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അവര് തമ്മിൽ യാതൊരു ഐക്യവും ഇല്ലെങ്കിലും അവർ പഠിപ്പിക്കുന്നത് ദുരുപദേശമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കഴുകന്മാരെ പോലെ അവർ എല്ലാം കൂടെ ഒന്നിച്ചു വന്ന് ഈ ഉപദേശം പറയുന്ന ആളിനെ അറ്റാക്ക് ചെയ്യും. അതറിയാവുന്നതിന്റെ കാരണം കൊണ്ട് ആരെങ്കിലും ശരിയായ ഉപദേശം പറയുകയും ഇന്നത് ദുരുപദേശമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മിൽ പലർക്ക് ഉപദേശത്തെ സപ്പോർട്ട് ചെയ്യാൻ ധൈര്യമില്ലാതെ വരും. ആരെക്കൊണ്ട് ഈ അറ്റാക്ക് നേരിടാൻ സാധിക്കുമെന്ന് ചോദിച്ച് നമ്മൾ മിണ്ടാതെയിരിക്കും. അതിൻ്റെ മറ്റൊരു വശം കൂടുണ്ട്. സഹോദരൻ ആക്രമിക്കപ്പെടുന്നത് കാണുമ്പോൾ നമ്മിൽ പലർക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ മനസ്സിലുള്ള ആ ചെന്നായയുടെ മനോഭാവം, സായിപ്പിൽ നിന്ന് ലഭിച്ച ചെന്നായയുടെ മനോഭാവം സഹോദരൻ ആക്രമിക്കപ്പെടുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാന് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ചിലർ ആരെ കൊണ്ട് പറ്റും ഈ അറ്റാക്ക് നേരിടാനെന്നുള്ള അതിന്റെ കാരണം കൊണ്ട് മിണ്ടാതിരിക്കുമ്പോൾ മറ്റു ചിലർ സഹോദരൻ ആക്രമിക്കപ്പെടുന്നത് കണ്ടാസ്വദിക്കാൻ വേണ്ടി മൗനം പാലിക്കും. പൗലോസ് ഗലാത്യ വിശ്വാസികളോട് എഴുതിയപ്പോൾ കൂടുള്ള സഹോദരന്മാര് മൗനം പാലിക്കുകയല്ല, പൗലോസിൽ കൂടെ ദൈവാത്മാവ് ഗലാത്യയിലുള്ള വിശ്വാസികൾക്ക് കൊടുത്ത കൃപയുടെ സന്ദേശവും തിരുത്തലും അവർ അനുമോദിച്ചു. ഇന്ന് ദൈവവചനം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ദുരുപദേശത്തെ തിരുത്തുകയും അല്ലെ ദുരുപദേശത്തെ ഖണ്ഡിക്കുകയും ഉപദേശം പറയുകയും ചെയ്യുമ്പോൾ നമ്മിൽ ഓരോരുത്തരുടെ കടമയാണ് നാം ആ വ്യക്തിയെ പോയി സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നമുക്ക് കുറച്ച് തലവേദന ഒഴിവാക്കാം എന്നുള്ളത് സത്യമാണെങ്കിലും സഹോദരനെ മറ്റുള്ളവർ കല്ലെറിയുമ്പോൾ അത് നോക്കി നിൽക്കുന്ന ആളുകളോട് കർത്താവ് കണക്ക് ചോദിക്കും എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതോടെ നാം വാക്യം 1ഉം 2ഉം വിട്ടിട്ട് 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ 3ഉം 4ഉം വാക്യങ്ങൾ ഒന്നിച്ച് ഇത് ആദ്യമേ മാത്രമേ ഉള്ളെന്ന് ഓർപ്പിക്കട്ടെ. ഇത് കഴിയുമ്പം ഓരോ വാക്യമാണ്, ചിലയിടത്ത് 2 വാക്യങ്ങളാണ്.
3 തൊട്ട് 5 നാം വായിക്കുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഇത് ഈ അധ്യായത്തിന്റെ 2-ാമത്തെ സെക്ഷനാണ്. 1-ാമത്തെ സെക്ഷനിൽ പൗലോസിന്റെ വിളി ദൈവത്തിൽ നിന്നുള്ള വിളിയായിരുന്നെന്ന് നമ്മൾ കണ്ടു. 2-ാമത്തെ സെക്ഷൻ 3 തൊട്ട് 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മെ വിളിച്ച് നമ്മെ ഏൽപ്പിച്ച ഈ സന്ദേശം, കൃപയുടെ സന്ദേശം, കൃപയുടെ സുവിശേഷം, ഇതൊരു നിസ്തുല്യമായ സുവിശേഷമാണ്. ആ നിസ്തുല്യം എന്നുള്ള വാക്ക് എന്നെ ഓർപ്പിച്ചതിന് ബ്രദർ ജോൺസണിന് നന്ദി. പ്രായമായി, മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് അല്ല, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് ഇന്ന് ഓപ്പണായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നൽകപ്പെട്ട കൃപയുടെ സന്ദേശം അതൊരു നിസ്തുല്യ സന്ദേശമാണെന്ന് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അത് ഓർപ്പിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്ത്, അത് നമ്മൾ മനസ്സിലാക്കണം. കൃപ എന്ന് പറഞ്ഞാൽ ഇന്ന് നാം എന്താണ്, അത് ദൈവത്തിൽ നിന്ന് ആകുന്നു. അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം. അപ്പൊ നാം എന്ത് ആയി തീർന്നിരിക്കുന്നു, അത് നമ്മുടെ കഴിവും കൊണ്ടല്ല. 3-ാം വാക്യം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് അത് ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ്. നമ്മളെ വീണ്ടെടുത്തത് തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനാണ്. ഈ കൃപയുടെ സന്ദേശം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം ലോകത്തിലുള്ള എല്ലാ മതങ്ങളും കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. കർമ്മത്തിൽ അധിഷ്ഠിതമായ ഈ മതങ്ങൾ ഒരു വ്യക്തി ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെയും മരിച്ചു കഴിഞ്ഞും ബന്ധുമിത്രാദികളും കുടുംബത്തിലുള്ളവർ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നു. അതിൻ്റെ കാരണം കൊണ്ട് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് രക്ഷയുണ്ടോയെന്ന് തനിക്കറിയത്തില്ല, മരിച്ചു കഴിഞ്ഞ് തൻ്റെ ബന്ധുമിത്രാദികൾക്കറിയത്തില്ല. അതുകൊണ്ട് എന്ന് വരെ ബന്ധുമിത്രാദികൾക്ക് സാധിക്കുക അന്ന് വരെ അവർ ഈ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു. ക്രിസ്തു മതത്തിലും, ക്രിസ്തീയ വിശ്വാസം എന്നല്ല ഞാൻ പറഞ്ഞ്, ക്രിസ്തു മതത്തിലും മരിച്ചുപോയവർക്ക് വേണ്ടി യാഗങ്ങളും ദാനധർമ്മങ്ങളും പുണ്യം ചെയ്യുന്ന ഒരു പരിചയം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവവചനം ഓർപ്പിക്കുന്നത് കൃപയുടെ സന്ദേശം ഒരു നിസ്തുല്യ സന്ദേശമാണ്. ആ സന്ദേശമായിട്ട് നാം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ആ സന്ദേശത്തിൻ്റെ പ്രത്യേകത നാം മനസ്സിലാക്കണം. ഇത്രയും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഇനിയുമുള്ള വാക്യങ്ങൾ നാം കുറച്ചുകൂടെ ഡീറ്റെയിലിൽ നോക്കുന്നതായിരിക്കും. ആദ്യത്തെ 2 സെക്ഷൻസ് കഴിഞ്ഞു. 3-ാമത്തെ സെക്ഷൻ നമ്മളെ ഓർപ്പിക്കുന്നത് ബുദ്ധിശൂന്യരായ ആളുകൾ മാത്രമേ ദൈവം അവരുടെ കയ്യിൽ ഏൽപ്പിച്ച ആത്മീക സമ്പത്ത് നശിപ്പിച്ചു കളയത്തുള്ളൂ. ലോകത്തിൽ ഒരു 2% ആളുകൾ ധനികരും
98% ആളുകൾ അത്ര ധനികരല്ലാത്തവരുമാണ്. ഈ 98% ആളുകളിൽ തന്നെ ഒരു 40% ആളുകൾ ജീവിക്കാൻ വേണ്ടി പോലും സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. കാശില്ലാത്തത് കൊണ്ടാണോ ലോകത്തിൽ 98% ആളുകൾ ധനികരാകാത്തത്? ഇതിനെക്കുറിച്ച് പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ മനുഷ്യരെ എടുത്താൽ അവർക്ക് കാശ് ചെലവാക്കുന്നതും കാശ് നിക്ഷേപിക്കുന്ന ഹാബിറ്റ്സ് ഉണ്ട്. റിച്ച് ആയിട്ടുള്ള ആളുകൾക്കുണ്ട്, മിഡിൽ ക്ലാസ് ആളുകൾക്കുണ്ട്, പാവപ്പെട്ട ആളുകൾക്കുണ്ട്. പല സോഷ്യോളജിക്കൽ ആൻഡ് എക്കോണമിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ കാശ് ചെലവാക്കുന്നതും കാശ് നിക്ഷേപിക്കുന്ന ഹാബിറ്റ്സ് അത് മനസ്സിലാക്കിയിട്ട് 10% ആളുകൾ ഇത്രയും ചെലവാക്കി ഇത്രയും നിക്ഷേപിക്കും, 15% ആളുകൾ ഇത്രയും ചെലവാക്കി അവരുടെ ആദായത്തിൽ നിന്ന്, 15% ആളുകൾ അവരുടെ ആദായത്തിൽ നിന്ന് ഇത്രയും നിക്ഷേപിക്കും, ഇത്രയും ചെലവഴിക്കും, 20% ആളുകൾ ഇത്രയും അവരുടെ ആദായത്തിൽ നിന്ന് ഇത്രയും ചെലവഴിക്കും, ഇത്രയും നിക്ഷേപിക്കും. അങ്ങനെ വളരെ ക്രമീകൃതമായിട്ട് മനുഷ്യരുടെ ആദായം അവരെങ്ങനെ ചെലവാക്കുന്നു, എങ്ങനെ നിക്ഷേപിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി കമ്പ്യൂട്ടറിൽ നടത്തി. നാളെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള കാശ് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റിയിട്ട് ഈ 6.5 കോടി ആളുകളുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള കാശ് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റിയിട്ട് ഭിക്ഷക്കാരൻ തൊട്ട് ഏറ്റവും റിച്ച് ആയിരുന്ന ആളുകൾക്ക് ഓരോ കോടി രൂപ കൊടുക്കുക. ഇന്നങ്ങനല്ല. ഇന്ന് ഭിക്ഷക്കാരനാണ്, ഏറ്റവും ധനികനാണ്. അവരുടെ എല്ലാം കയ്യിൽ നിന്നുള്ള സ്വത്ത് കംപ്ലീറ്റ് എടുത്തു മാറ്റി ഭിക്ഷക്കാരന് 1 കോടി രൂപ കൊടുക്കുന്നു, ഏറ്റവും ധനികന് 1 കോടി രൂപ കൊടുക്കുന്നു. അവരെ അവരുടെ ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കുന്നു. വാട്ട് വിൽ ഹാപ്പൻ? അപ്പം അവരുടെ ഇടയ്ക്ക് പാവപ്പെട്ടവനും ഇല്ല, ധനികനും ഇല്ല. എല്ലാവരുടെയും കയ്യിൽ ഓരോ കോടി രൂപയുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ? അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് വ്യത്യസ്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. റിച്ച് ആയിട്ടുള്ളവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് വേറെയാണ്, മിഡിൽ ക്ലാസ്സുകാരുടെ വേറെയാണ്, അതിൻ്റെ താഴെയുള്ളവരുടെ വേറെയാണ്. ഈ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായത് 1 വർഷം കഴിയുമ്പോൾ ഭിക്ഷക്കാരനായിരുന്നവൻ പിന്നെയും തെണ്ടിക്കൊണ്ട് നടക്കും. 2% ആളുകൾ അവർക്ക് ഓരോ കോടിയെ കിട്ടിയുള്ളെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അവര് ബഹുകോടികളുടെ ഉടമസ്ഥരായി മാറും. അവരുടെ കയ്യിൽ നിന്ന് എല്ലാ കാശും എടുത്തു മാറ്റുന്നതിന് മുൻപ് കാശിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനായിരുന്നു? ഭിക്ഷക്കാരും ഉണ്ട്, പാവപ്പെട്ടവരും ഉണ്ട്, മിഡിൽ ക്ലാസ്സും ഉണ്ട്, അപ്പർ മിഡിൽ ക്ലാസ്സും ഉണ്ട്, റിച്ച് ഉണ്ട്. എക്സാക്ട്ലി അതുപോലെ ആയിത്തീരും. ഇത് സോഷ്യോളജിയിലെ വലിയൊരു പാഠമാണ്. നാം ധനികന്മാരോ ദരിദ്രരോ ആയിത്തീരുന്നത് നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ ആദായം ഏത് രീതിയിൽ ഉപയോഗിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ എൻ്റെ സഭയിൽ, നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ സഭയിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ വെറും കൈ വരും. ഒരു 100 രൂപ അല്ലെ 500 രൂപ അവരുടെ കാണും, വീട്ടുകാർ കൊടുത്തയച്ച, അല്ലാതൊന്നുമില്ല. നോർത്ത് ഇന്ത്യ വരും, വാടക വീട്ടിൽ താമസിക്കും, ജോലി ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവരിൽ ചിലർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ആകും. കട്ടിലാകും, മേശയാകും, സൈക്കിളാകും, റെഫ്രിജറേറ്റർ ആകും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്കൂട്ടറാകും.
അവരിൽ തന്നെ ചിലര് വന്ന സമയത്ത് 500 രൂപയ്ക്ക് വന്നു. അവരുടെ കൂടുള്ള ആളുകളെ പോലെ തന്നെ ജോലി ചെയ്തു. 1 വർഷം കഴിയുമ്പോൾ, അല്ലെ 2 വർഷം, അല്ലെ 3 വർഷം കഴിയുമ്പം 10,000, 20,000, അല്ലെ 30,000, അല്ലെ 50,000 രൂപ കടമാണ്. ആദായം ഒരുപോലാണ്. ചിലപ്പോൾ ഈ കടമുള്ളവർക്ക് ആദായം കൂടുതലായിരിക്കും. വാട്ട് ഈസ് ദ കോസ്? അവർക്ക് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ കുറവായതുകൊണ്ടല്ല, അവർ അത് ഏത് രീതിയിൽ ചെലവഴിക്കുന്നു, ഏത് രീതിയിൽ നിക്ഷേപിക്കുന്നു. ആത്മീക ജീവിതവും ഇതുപോലെ തന്നെയാണ് ബ്രദേഴ്സ്. ആത്മീക ജീവിതം ഇതുപോലെ തന്നെയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീക സ്വത്ത്, ആത്മീക നിക്ഷേപം, അത് ബുദ്ധിഹീനന്മാരെ അത് നാനാവിധമാക്കത്തുള്ളൂ. ബാക്കി ആളുകൾ അത് വേണ്ട രീതിയിൽ ചെലവഴിക്കുകയും ചെയ്യും, നിക്ഷേപിക്കുകയും ചെയ്യും. ഗലാത്യർ 1-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം, ഇത് 3-ാമത്തെ സെക്ഷനാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ സെക്ഷൻ, ബുദ്ധിഹീനരെ അവർക്ക് ലഭിച്ചിട്ടുള്ള ആത്മീക സ്വത്ത് നാനാവിധമാക്കത്തുള്ളൂ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ക്രിസ്തുവിന്റെ കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്തുല്യമായ സന്ദേശമാണ്. മനുഷ്യൻ തൻ്റെ കർമ്മം കൊണ്ടല്ല രക്ഷ പ്രാപിക്കുന്നത്. മനുഷ്യൻ തൻ്റെ കർമ്മം കൊണ്ടല്ല നീതീകരണം പ്രാപിക്കുന്നത്. മനുഷ്യൻ തൻ്റെ കർമ്മം കൊണ്ടല്ല നിത്യജീവൻ പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ആ കൃപ കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഏകദേശം 40ഓളം കാര്യങ്ങളാണ് ഒരു വിശ്വാസിക്ക് ദൈവാത്മാവ് നൽകുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കാര്യമല്ല. രക്ഷയുടെ ആദ്യ പാപക്ഷമ കിട്ടുന്നു, രക്ഷ ലഭിക്കുന്നു, നിത്യജീവൻ ലഭിക്കുന്നു, പുത്രത്വം ലഭിക്കുന്നു, പുത്രത്തിന്റെ ആത്മാവ് ലഭിക്കുന്നു, പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഇങ്ങനെ 40ഓളം കാര്യങ്ങളാണ് ഒരു വിശ്വാസിക്ക് ആത്മീക സ്വത്തായിട്ട്, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ആത്മീക നിക്ഷേപമായിട്ട് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ ഈ ആത്മീക നിക്ഷേപത്തെ കൃപയിൽ കൂടെ ലഭിച്ച ഈ ആത്മീക നിക്ഷേപത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ കൃപയുടെ സന്ദേശത്തിൽ ഉറച്ചു നിൽക്കണം. 2 തോണിയിൽ കാല് വെക്കാൻ സാധിക്കത്തില്ല. കൃപയിൽ കൂടെ ലഭിച്ച നിധി, അല്ലെ കൃപയിൽ കൂടെ ലഭിച്ച നിക്ഷേപം, കൃപയിൽ കൂടെ മാത്രമേ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് താലന്തുകളുടെ ഉപമ പല പ്രാവശ്യം പറഞ്ഞല്ലോ. അവയെല്ലാറ്റിലും യജമാനനിൽ നിന്ന് ലഭിച്ചത് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ എല്ലാ സ്റ്റോറീസിലും യജമാനനിൽ നിന്ന് ലഭിച്ചത് ഉപയോഗിക്കാത്ത ഒരു ദാസനെ നാം കാണുന്നുണ്ട്. അതിലൊരു സ്റ്റോറിയില് ഒന്നുള്ളവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് ഏറ്റവും അധികം ഉള്ളവന് കൊടുക്കാൻ വേണ്ടി യജമാനൻ ആജ്ഞാപിക്കുന്നു. അപ്പൊ കൂടെ നിന്നവർ പറഞ്ഞു, യജമാനന് അവന്റെ കയ്യിൽ ഇത്രയും ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ യജമാനൻ പറയുന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളവൻ ഇനിയും കൊടുക്കപ്പെടും, ഇല്ലാത്തവന് അവന്റെ കയ്യിൽ ഉള്ളതുപോലെ എടുക്കപ്പെടും. ദൈവം കൃപയുടെ സന്ദേശത്തിൽ കൂടെ നമുക്ക് രക്ഷ നൽകിയപ്പോൾ തൻ്റെ കൃപയുടെ മഹിമാധനത്തിൽ നമുക്ക് നൽകിയ
40ഓളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ആത്മീക നിധിയാണ്, ദൈവം ചെയ്ത നിക്ഷേപമാണ്. അതിനെ കൃപയിൽ നിന്ന് ഉപയോഗിക്കണം. കൃപയിൽ നിന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളത് നാനാവിധമാക്കുകയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, നമ്മുടെ സഭകളിലൊക്കെ എത്രയോ സഹോദര സഹോദരിമാർ പലവിധ കൃപകളുടെ ഉടമകളാണ്. ഓഫ് കോഴ്സ് ദൈവമാണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഉടമ. എന്നാൽ ഇവിടെ മനുഷ്യന്റെ മാനുഷഭാഷയിൽ ഞാൻ പറയുകയാണ്, കൃപ നിറഞ്ഞ് മനുഷ്യരോട് സംസാരിക്കാനുള്ള കഴിവുള്ളവർ, ആശ്വാസത്തിന്റെ വാക്ക് സംസാരിക്കാൻ കഴിവുള്ളവർ, വേദപുസ്തകത്തിലെ ഏത് വിഷമമുള്ള ഭാഗം എടുത്തു വെച്ചു കഴിഞ്ഞാലും അത് വളരെ ലളിതമായ വാക്കുകളിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാൻ കഴിവുള്ളവർ, പാട്ടെഴുതാൻ കഴിവുള്ളവർ, സഭയെ നയിക്കാൻ കഴിവുള്ളവർ, വിശ്വാസികൾക്ക് കൗൺസിലിംഗ് ചെയ്യാൻ കഴിവുള്ളവർ, ദൈവവചനം കഴിവുള്ളവർ, ഇങ്ങനെ ദൈവം തൻ്റെ സഭയെ പോഷിപ്പിക്കുവാൻ വേണ്ടി വിവിധമാർന്ന കൃപകൾ വിശ്വാസികൾക്ക് നൽകാറുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികൾ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ കൃപ വളരെ ശക്തിയോടെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യേ ചിലരുടെ ജീവിതത്തിൽ പെട്ടെന്ന് കൃപ നഷ്ടപ്പെടുന്നത് നാം എല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പല വിശ്വാസികളെക്കുറിച്ച് കേട്ടിട്ടുള്ളതാണ്. സഹവിശ്വാസികൾ പറയുന്നത്, ഇന്ന കാര്യത്തിന് ആ സഹോദരന്റെ അല്ലെ സഹോദരിയുടെ കൃപ നഷ്ടപ്പെട്ടു. എന്താ സംഭവിച്ചത്? ഉള്ളവൻ ഇനിയും കൊടുക്കപ്പെടുമെന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഇല്ലാത്തവന് അവൻ്റെ കയ്യിൽ ഉള്ളതൂടെ എടുക്കപ്പെടും എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളാണ്. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന കൃപ നമ്മൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല, അതിനെ ദുർവിനിയോഗം ചെയ്തു എങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കപ്പെടും. ഞാൻ ഇതിനു മുൻപും ഓർപ്പിച്ച ഒരു സംഭവമുണ്ട്. മധ്യപ്രദേശിൽ ഞാൻ ആയിരുന്നപ്പം രാജകുടുംബത്തിലുള്ള കൊട്ടാരം, ഒരു സ്വന്തം കൊട്ടാരത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പുരുഷൻ വെറും ഭിക്ഷക്കാരനെ പോലെ ചെന്ന് കാശ് യാചിക്കുന്ന ഞാൻ കണ്ട സംഭവം പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? കൊട്ടാരമുണ്ടായിരുന്നു, 100 കണക്കിന് ലിവിങ് പോർഷൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും വാടക ലഭിക്കുന്നുണ്ടായിരുന്നു. മദ്യപിച്ച് ഓരോ പോർഷൻ വാടകയ്ക്ക് ജീവിക്കുന്നവർക്ക് വിറ്റ് ലാസ്റ്റ് പോർഷൻ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പിതാവിന്റെ കയ്യിലാണ് വിറ്റത്. അയാൾ ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു. അയാൾ അത് മുഴുവൻ വാങ്ങിച്ചെടുത്തു. എന്നാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്തു. വാടക എന്ന് പറഞ്ഞ് എല്ലാ മാസവും ഒരു തുക കൊടുക്കുമായിരുന്നു. അത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തീരും. അപ്പൊ പുള്ളിക്കാരന് 15 ദിവസത്തിലൊരു പ്രാവശ്യം കൊടുത്തു തുടങ്ങി. അത് ഒരാഴ്ചയും കൊണ്ട് തീരും. അപ്പൊ പുള്ളിക്കാരന് ആഴ്ചയിലൊന്ന് കൊടുത്തു തുടങ്ങി. അത് 2 ദിവസം കൊണ്ട് തീരും. അപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ വളരെ നോബിൾ ഒരു പുരുഷനായിരുന്നു. എൻ്റെ ഫ്രണ്ടിന്റെ പിതാവ് ഒരു ദിവസം ഒരു പ്രാവശ്യം കൊടുത്തു തുടങ്ങി. ഉച്ചയാകുമ്പോഴത്തേക്ക് അത് തീരും. അപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ ഫാദർ ഒരു കാര്യം ചെയ്തു. രാവിലെ ഒരു എമൗണ്ട് കൊടുക്കും, വൈകിട്ട് ഒരു എമൗണ്ട് കൊടുക്കും. കാശില്ലാത്തത് കൊണ്ടാന്നോ സ്വത്തില്ലാത്തത് കൊണ്ടാന്നോ ഈ കൊട്ടാരത്തിൽ 100 കണക്കിന് പോർഷൻ വാടകയ്ക്ക് കൊടുക്കാൻ ഉള്ള കൊട്ടാരം ഉള്ള ആ കൊട്ടാരത്തിന്റെ ഉടമ ഒരു ഭിക്ഷക്കാരനായി മാറിയത്? ലഭിച്ചത് ദുർവിനിയോഗം ചെയ്തു. ഇത് ദൈവത്തിന്റെ ഒരു ശാശ്വത നിയമമാണ്. ഈ ലോക മനുഷ്യർക്ക് വേണ്ടിയും ആത്മീക ജീവിതത്തിലും
വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ ആത്മീയ ജീവിതത്തിലുള്ള ഒരു ശാശ്വത നിയമമാണ്. ശാശ്വത നിയമം എന്ന് പറഞ്ഞാൽ സമയവും കാലവും കൾച്ചറിനനുസരിച്ച് അത് മാറത്തില്ല. ഇന്ത്യയിലുള്ളവരാണെങ്കിലും അമേരിക്കയിലുള്ളവരാണെങ്കിലും റഷ്യയിലുള്ളവരാണെങ്കിലും വിശ്വാസികൾക്ക് വേണ്ടി ഉള്ള ശാശ്വത നിയമമാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച നിധി, ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപ ദുർവിനിയോഗം ചെയ്താൽ ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് ഉള്ളതും എടുത്തു മാറ്റപ്പെടും. ഗലാത്യയിൽ ഇത് സംഭവിച്ചു തുടങ്ങിയായിരുന്നു. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് ദൈവാത്മാവ് ചോദിക്കുന്നത്, 6-ാം വാക്യം, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവർക്ക് ലഭിച്ച നിധി അവർ ദുർവിനിയോഗം ചെയ്ത് നാനാവിധമാക്കി. സത്യം എന്തെന്ന് കണ്ട്, സത്യം എന്തെന്ന് മനസ്സിലാക്കി, പല രീതിയിലുള്ള ദൈവം കാണിച്ച അത്ഭുത പ്രവൃത്തികളിൽ കൂടെ കൃപയുടെ സന്ദേശം മനസ്സിലാക്കി, കൃപയുടെ സന്ദേശത്തിനനുസരിച്ച് ജീവിച്ചിരുന്ന സമയത്ത് കുറെ ജൂഡൈസേഴ്സ് വന്ന് കൃപയുടെ സന്ദേശത്തിൻ്റെ കൂടെ ന്യായപ്രമാണം കൂട്ടിക്കലർത്തി പരിച്ഛേദന ഏൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിച്ചെന്നായിരുന്നു അവരിൽ ചിലർ പരിച്ഛേദന ഏറ്റത്. ലഭിച്ച വെളിച്ചത്തെ വിട്ട് വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് അവർ മറിഞ്ഞു. ദൈവവചനം 7-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു. അതൊരു നിധിയല്ല. നിങ്ങൾ ഓർത്തു, ഒരു നിധിയാ. നിങ്ങൾക്ക് ലഭിച്ച നിധിയോടെ മറ്റ് കുറെ നിധിയുടെ കൂട്ടിച്ചേർക്കുവാന്നെന്ന് നിങ്ങൾ ഓർത്തു. അതൊരു നിധിയല്ല, അതൊരു ശാപമാണ് നിങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കൃപയുടെ സന്ദേശത്തിൻ്റെ കൂടെ മറ്റേത് സന്ദേശം കൂട്ടിച്ചേർത്താലും അത് ഒരു ശാപമായി തീരും എന്ന് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ ഓർപ്പിക്കുന്നു.